KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ മണ്ഡലമായ പേരാവൂരിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 3 തവണയും ഇവിടെ നിന്ന് ജയിച്ചത് സണ്ണി ജോസഫായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നായി ഇടിഞ്ഞു. 3172 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2021 സണ്ണി ജോസഫ് ഇവിടെ നിന്ന് ജയിക്കുന്നത്. മണ്ഡലം രൂപീകൃതമായ 1977 ശേഷം 2 തവണ മാത്രമാണ് പേരാവൂർ UDFനെ കൈവിട്ടത്. അതിലേറ്റവും ശ്രദ്ധേയമായത് 2006 പോരാട്ടമാണ്. KK ശൈലജ ടീച്ചർ മത്സരിച്ച് 9000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പേരാവൂർ തിരിച്ചുപിടിക്കുന്നു. ഇപ്രാവശ്യവും LDF ശക്തനായൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് കേൾക്കുന്നത്. KK ശൈലജ ടീച്ചറുടെയും ജോൺ ബ്രിട്ടാസിൻ്റെയും പേരുകളാണ് കേൾക്കുന്നത്. അതിൽ ശൈലജ ടീച്ചർ ഇവിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുവെന്നാണ് വിവരം. ജോൺ ബ്രിട്ടാസ് വരികയാണെങ്കിൽ മത്സരം കടുക്കുമെന്നതിൽ സംശയവുമില്ല. മറ്റൊരു നീക്കം കിഫയുടേതാണ്. കിഫ പേരാവൂരിലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അലക്സ് ഒഴികയിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മലയോര മേഖലയിൽ UDFന് കിട്ടേണ്ട വോട്ടുകൾ അത് അടർന്നു പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പേരാവൂരിൽ പോരാട്ടം കനക്കുമെന്നതിൽ സംശയമില്ല. വന്യമൃഗാക്രമണങ്ങൾ നേരിടുന്ന മേഖല കൂടിയുള്ള ഈ മണ്ഡലത്തിൽ കിഫയുടെ സാന്നിധ്യം, LDFൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം, ഒപ്പം സിറ്റിംഗ് MLAയുടെ മത്സരം, ഇത് മൂന്നും കൂടിയാകുമ്പോൾ മത്സരം പൊടിപൊടിക്കും. ഏതായാലും വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വിശദമായി നമുക്ക് കേൾക്കാം.